Arabian Souk. Hi viewers, welcome to a brand new episode of Arabian Souk. ദുബായ് എന്ന ഷോപ്പിംഗ് നഗരത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ദുബായിയുടെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റ് ആയ നൈഫ് സ്ട്രീറ്റിലേക്കാണ്. ദുബായിയുടെ പൗരാണികമായ ഒരു ഷോപ്പിംഗ് കേന്ദ്രമാണ് നൈഫ് സ്ട്രീറ്റ്. ഈ നൈഫ് സ്ട്രീറ്റിലെ മെയിൻ ഷോപ്പിംഗ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നൈഫ് സൂക്കാണ്. ഈ നൈഫ് സൂക്കിന്റെ ഹിസ്റ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 40 വർഷമായി ഇത് തുടങ്ങിയിട്ട്. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിലെ ഗസ്റ്റ് പറഞ്ഞിരുന്നു, അന്നത്തെ കാലത്ത് ഇവിടെ സ്ട്രീറ്റ് വെൻഡിങ് വളരെ കോമൺ ആയിരുന്നു. കച്ചവടക്കാർ 6 ദിവസം അവധിയെടുത്ത് വീക്കെൻഡായ ഫ്രൈഡേ മാത്രം കച്ചവടം ചെയ്യുമായിരുന്നു. പിന്നീട് ഇതൊരു ട്രാഫിക് പ്രോബ്ലം ആയപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സൂക്ക് ഒരുക്കി കൊടുത്തു. അതായിരുന്നു നൈഫ് സൂക്ക്. ഇത് ടെൻറ്റുകളിട്ട് ഒരു ടെമ്പററി സൂക്കായിരുന്നു. അന്ന് ഇവിടെ ഒട്ടകത്തിന് തീറ്റ വിൽക്കുന്ന കടകളായിരുന്നു കൂടുതലും. അതുകൊണ്ട് ഒട്ടകത്തിൻ്റെ ഹിന്ദി പേരായ ഊണ്ട് മാർക്കറ്റ് എന്നാണ് ഇതിനെ കൊളോക്കിയലായി വിളിച്ചിരുന്നത്. പലപ്പോഴായി ഇത് പൊളിച്ചു മാറ്റി പല സ്ഥലത്തേക്കായി മാറ്റിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ഇവിടുന്ന് കുറച്ച് ദൂരെ അൽനഖീൽ സ്ട്രീറ്റിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. പിന്നെ 1992-ൽ സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻറ്റിഗ്രേഷന് ശേഷം റഷ്യക്കാർ മറ്റ് പല സ്ഥലത്തേക്ക് ഷോപ്പിങ്ങിനായി പോയി തുടങ്ങി. അങ്ങനെ പോയി തുടങ്ങിയപ്പോൾ അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു സ്ഥലമായി മാറി ദുബായ്. ദുബായിൽ തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് നൈഫ് സൂക്കാണ്. അതോടെ നൈഫ് സൂക്കിൻ്റെ പ്രതിച്ഛായ തന്നെ മാറി. കേവലം ഒരു സ്ട്രീറ്റ് വെൻഡിങ് ഒരു ഏരിയയിൽ നിന്നും ദുബായിയുടെ വൺ ഓഫ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻസ് ആയി മാറി. മാത്രമല്ല ഇവിടത്തുകാർ റഷ്യൻ ഭാഷ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പഠിച്ചു. ചിലപ്പോൾ റഷ്യയ്ക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ റഷ്യൻ ഭാഷ അറിയുന്ന ആൾക്കാർ ഈ നൈഫ് സൂക്കിലായിരിക്കും. നൈഫ് സൂക്കിൻ്റെ ഹിസ്റ്ററിയും ഇനിയും ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ആദ്യം നമുക്കിതൊന്ന് ചുറ്റിക്കാണാം. ഓക്കെ, കമാ. നമ്മളിപ്പോൾ ഇരിക്കുന്നത് നൈഫ് സൂക്കിൻ്റെ പുറത്തുള്ള ഒരു ചായക്കടയിലാണ്. ഇവിടുത്തെ സന്ദർശകരിൽ ഈ നാട്ടുകാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഒമാനികളാണ്. ഒമാനിൽ നൈഫ് സൂക്ക് എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധവുമാണ്. 7 വർഷം മുമ്പ് 2008-ൽ ഒരു വൻ തീപിടുത്തത്തിൽ ഈ ഫുൾ നൈഫ് സൂക്ക് കത്തിപ്പോയി. ഇവിടുത്തെ കച്ചവടക്കാർക്ക് വൻ നഷ്ടമുണ്ടാക്കിയ ഒരു തീപിടുത്തം തന്നെയായിരുന്നു അത്. അന്ന് അവർക്ക് ദുബായ് ഗവൺമെൻറ് തക്കതായ കോമ്പൻസേഷനും പിന്നെ ഒരു ടെമ്പററി ഷെൽട്ടറും ഉണ്ടാക്കി കൊടുത്തു. ഈ ടെമ്പററി ഷെൽട്ടറിൽ ഇവർക്ക് റെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. 2 വർഷത്തിന് ശേഷം 2010-ലാണ് ഇന്ന് ഈ കാണുന്ന മോഡേൺ ഫെസിലിറ്റീസ് അടങ്ങിയ ഈ ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുത്തത്. ഇതിൽ കാണുന്ന 218 ഷോപ്സ് ഓപ്ഷൻ ചെയ്തപ്പോൾ ദുബായ് മുനിസിപ്പാലിറ്റിക്ക് ലഭിച്ചത് 61 മില്യൺ ദിർഹംസ് ആണ്. ഈ സൂക്ക് ഇവിടുത്തുകാരുടെ പാരമ്പര്യത്തിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമായതുകൊണ്ട് തന്നെ ഈ ബിൽഡിംഗ് റീബിൽഡ് ചെയ്തപ്പോൾ അവർ ഹിസ്റ്റോറിക് ആർക്കിടെക്ചർ കാത്തു സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 100 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട്. മുമ്പൊക്കെ ഇവിടെ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നൈറ്റ് മെയർ ആയിരുന്നു. അറബികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ് നൈഫ്. അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന എല്ലാ പ്രൊഡക്ട്സും ഒരു അറബ് ഓറിയൻറ്റഡ് ആണ്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. അബായാസ്, ജലാബിയ, ബാഗ്സ്, ഷൂസ്, ഇലക്ട്രോണിക്സ്, ഹെയർ ക്ലിപ്പ്, അങ്ങനെ എല്ലാം ലഭ്യമാണ്. പ്രത്യേകിച്ച് അറബി സ്കൂളുകൾ തുടങ്ങുന്ന സമയത്ത് ഇവിടെ കിട്ടുന്ന സ്റ്റേഷനറീസൊക്കെ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പായിരിക്കും. അതും കുട്ടികളുടെ ഫേവറേറ്റ് ബ്രാൻഡ്സായ ഡോറ, ഹെലോ കിറ്റി എന്നിവയൊക്കെ ഒരു മിതമായ വിലയ്ക്ക് ഇവിടെ കിട്ടും.
ഏകദേശം 20 വർഷം മുമ്പാണ് ഇതൊരു ഷോപ്പിംഗ് കെട്ടിടമായിട്ട് തന്നെ മാറ്റിയത്. ഇവിടെ ഒരു ബോക്സ് രൂപത്തിലായിരുന്നു എല്ലാ ഷോപ്പുകളും. അതുകൊണ്ട് തന്നെ അറബിക്കിൽ സുന്ദൂക്ക് എന്ന് പറഞ്ഞാൽ ബോക്സ് ആണ്. അപ്പോൾ അറബികൾ കൊളോക്കിയലായി ഇതിനെ അൽ സനാദി സൂക്ക് എന്ന് പറയുമായിരുന്നു. ഈ നൈറ്റ് സൂക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷനാണ് ലഭിക്കുന്നത്. എപ്പോൾ വന്നാലും ഏതൊരു പ്രൊഡക്റ്റിലും ലേറ്റസ്റ്റ് ഡിസൈൻസ്, ലേറ്റസ്റ്റ് കളേഴ്സ്, ലേറ്റസ്റ്റ് സ്റ്റൈൽ എല്ലാം ലഭിക്കും ഇവിടെ. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മലയാളികളുടെ ഇഷ്ട വിനോദമായ ബാർഗെയിനിങ് ഇവിടെ വളരെ കോമൺ ആണ്. ബാർഗെയിനിങ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഹരമാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ സ്വന്തം നാടായ കാസർഗോഡിൻ്റെ സ്ലാങ് ഏറ്റവും കൂടുതൽ പുറത്തെടുക്കുന്നത് ഇവിടെയാണ്. ഇവിടെ അത്രക്കധികം കാസർഗോഡുകാർ ഷോപ്പ് കീപ്പേഴ്സ് ആയിട്ടുണ്ട്. സ്വന്തം നാടിൻ്റെ ഭാഷ കേട്ട സന്തോഷം അവർക്കും, കാശ് കുറഞ്ഞ് കിട്ടിയതിൻ്റെ സന്തോഷം എനിക്കും. ഒരു വിൻ വിൻ സിറ്റുവേഷൻ. അറേബ്യൻ സൂക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെൻസ് ഓഫ് സ്മെല്ലിനെ ശരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പെർഫ്യൂം ഷോപ്പിൻ്റെ മുമ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. നൈറ്റ് സൂക്കിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ സെൻട്രൽ ഏരിയയിലുള്ള അത്തറൽ ബഹാർ എന്ന പെർഫ്യൂം ഷോപ്പ്. ഇവിടുത്തെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പെർഫ്യൂം ഷോപ്സ് ആണിത്. ഇവിടെ ഏതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഓക്കെ, കമാൻ. ഇവിടുത്തെ അറബികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം എന്ന് പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു സാധനമാണ് ബഹൂർ. ഇതാണ് സാധനം. ഓക്കെ, ഈ ബഹൂർ എന്ന് പറയുന്നത് ഈ ബേണറിലിട്ട് അത് കത്തിക്കുമ്പോൾ അതിൻ്റെ നല്ല സ്മെല്ല് വരും. ആൻഡ് ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് ഈ ബേണറിൽ ഇതിട്ട് കത്തിച്ച് കഴിഞ്ഞിട്ട് ഫുൾ ഡ്രസ്സിൻ്റെ അതിലിങ്ങനെ ദേ ജസ്റ്റ് പാസ് ഇറ്റ് ത്രൂ ഇറ്റ്. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ ആ ഒരു സ്മെല്ല് ഇറ്റ് ജസ്റ്റ് ലിംഗേഴ്സ് ഫോർ അവേഴ്സ്. ഓക്കെ, ഇത് ലോബാൻ. ഇത് ഭയങ്കര സംഭവം കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേണറിൽ തന്നെ ഇട്ട് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ബഹൂർ പോലെ നല്ല മണം വരും. മാത്രമല്ല യു ക്യാൻ ആക്ച്വലി ഈറ്റ് ദിസ്. ഇത് ഒരു മരച്ചെടിയിൽ നിന്ന് വരുന്ന ഒരു ചെന പോലത്തെ സാധനമാണ്. ചുയിങ്ങം പോലെ ചവക്കാൻ പറ്റുന്ന സാധനമാണ്. ആൻഡ് നമുക്ക് എന്ത് ഗ്യാസ് ട്രബിളോ എന്തെങ്കിലും ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ദിസ് ഈസ് ദി ബെസ്റ്റ് തിങ് ഫോർ ഇറ്റ്. കൊള്ളാമല്ലേ സംഭവം? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബേണർ. ഈ ബേണറിൽ ഇട്ടിട്ടാണ് നമ്മൾ ഈ ബഹൂറും ലോബാനൊക്കെ കത്തിക്കുന്നത്. ഇത് ഒരു നമ്മൾ കോളിട്ട് ചെയ്യേണ്ട ഒരു ലൈറ്ററാണ്. ഇതിൻ്റെ വേറെ ഇലക്ട്രിക് വേർഷനും ഉണ്ട്. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ അറബിൽ ഫഹം എന്ന് പറയും. ഈ കോള് ഇതിലിട്ടിട്ട് കത്തിച്ചിട്ട് വേണം ഈ സാധനം ലോബാൻ കുറച്ചിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് മറ്റൊരു ബേണറാണ്. ഇതിൻ്റെ പേര് മുക്കമ്മാസ്.
ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ സ്ത്രീയുടെ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയതാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇതാണ് പോർട്ടബിൾ ലൈറ്റ്. നമ്മൾ നേരത്തെ കണ്ടത് നമ്മുടെ വീടിൻ്റെ അകത്ത് വെച്ച് കത്തിക്കാൻ പറ്റുന്ന ലൈറ്ററാണ്. ഇത് നമ്മൾ പുറത്ത് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലൈറ്ററാണ്. ബഹൂറിൻ്റെ ചെറിയൊരു പീസ് ഇട്ടിട്ട് ഇവിടെ താഴെ ഗ്യാസ് ആണ്. ലൈറ്റർ പോലെ ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ പെർഫ്യൂംസിനെ പറ്റി നമുക്ക് കൂടുതൽ പറഞ്ഞു തരാനായിട്ട് മിസ്റ്റർ ഇക്ബാൽ ഉണ്ട് നമ്മുടെ കൂടെ. ഹായ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത് എവിടെ നിന്നാണ്? നമുക്ക് കൂടുതലും കസ്റ്റമേഴ്സ് GCC എന്നാണ് കൂടുതലും വരുന്നത്. അത് സൗദി, ഏറ്റവും പെർഫ്യൂമിന് ഏറ്റവും കൂടുതൽ സൗദി, ഒമാൻ, ബഹ്റൈൻ, ഇവരെ നമ്മൾ കൂടുതലും പ്രതീക്ഷിക്കുന്നത്. അവരെ കച്ചവടമാണ് കൂടുതലും പ്രതീക്ഷിക്കുന്നത്. ലോക്കൽസ് എടുക്കുന്നില്ല എന്നല്ല, ലോക്കൽസിന്റെ കിട്ടുന്ന അതിൽ കൂടുതലും GCC കസ്റ്റമറാണ് പെർഫ്യൂമിന് നമുക്ക്. ഈ വരുന്ന അറബ് കസ്റ്റമേഴ്സ് കൂടുതൽ വാങ്ങിക്കുന്ന പ്രൊഡക്ട്സ് ഏതാണ്? കൂടുതൽ വാങ്ങിക്കുന്നത് അറബിക് പെർഫ്യൂമാണ് കൂടുതൽ നമുക്ക് മൂവ് ചെയ്യുന്നത്. അല്ല, ബ്രാൻഡഡ് ഉണ്ട്, ബ്രാൻഡഡ് ഇല്ല എന്നല്ല. അതായത് കൂടുതലും അറബിക് പെർഫ്യൂമാണ് ഇവിടെ കൂടുതൽ ചിലവാകുന്നത് അറബിക്കാണ്. ഓക്കെ. ഈ അറബിക് പെർഫ്യൂംസ് എവിടെ വരുന്നത്? ദുബൈയിൽ ഉണ്ടാക്കുന്നതാണ്. അജ്മാനിലും ദുബൈയിലും ഒക്കെ ഉണ്ടാക്കുന്ന ലോക്കൽ പെർഫ്യൂംസ് ആണ്. ഇവിടെ തന്നെ പ്രോഡക്റ്റ്, ദുബൈ പ്രോഡക്റ്റ് ആണ് കൂടുതൽ. ഓക്കെ. അപ്പോൾ ഈ ബ്രാൻഡഡ് പെർഫ്യൂംസോ? ബ്രാൻഡഡ് പെർഫ്യൂംസ് എല്ലാം വെളിയിൽ നിന്ന് വരുന്നതാണ്, ബ്രാൻഡഡ് ആണ്. കമ്പനി ക്രിസ്ത്യൻ ഡ്യൂർ, അതുപോലത്തെ കമ്പനികൾ. അങ്ങനത്തെ പെർഫ്യൂംസ് കൂടുതൽ വാങ്ങിക്കുന്നത് ആരാണ്? എല്ലാവരും വാങ്ങിക്കുന്നത്. ഇന്ത്യൻസ് കൂടുതൽ നല്ല പെർഫ്യൂംസ് വാങ്ങിക്കും. ഓക്കെ ഓക്കെ. അത്തറോ? അത്തർ അറബികളെ കൂടുതലും. ഈ അത്തറിൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ബ്രാൻഡ് ഏതാണ്? പല ബ്രാൻഡുകളുണ്ട്. ഇത് നല്ലൊരു അത്തറാണ്. നല്ല സ്മെല്ല്. ഓക്കെ. ഈ അറബികൾക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ ഇഷ്ടം കുറച്ചൊരു സ്ട്രോങ് സ്മെല്ലാണ്. ഓക്കെ. അപ്പൊ ഇന്ത്യൻസോ? ഇന്ത്യൻസ് ലൈറ്റ് സ്മെല്ല്, കൂടുതൽ സ്ട്രോങ് ഇഷ്ടപ്പെടില്ല. ലൈറ്റ് സ്മെല്ല്, അത് ഫ്ലവർ സ്മെല്ല്, പിന്നെ സൺഫ്ലവർ സ്മെല്ല്, അതുപോലെ ഫ്ലവറിന്റെ അതുപോലെ ഫ്രാഗ്രൻസ് കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ ഈ കട ഇട്ടിട്ട് എത്ര നാളായി? ഇവിടെ നൈഫ് സൂക്കിൽ തന്നെ? നൈഫ് സൂക്കിൽ ഏകദേശം 30 കൊല്ലമായി. നൈഫ് സൂക്കിൽ തന്നെ കാണാം. ആദ്യം പെട്ടിപ്പടിയായിരുന്നു ഇവിടെ. ആദ്യം നമ്മൾ വന്ന സമയത്ത് നമ്മളെ ഷോപ്പ് പെട്ടിക്കടയായിരുന്നു. അപ്പൊ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. ഞങ്ങൾ വൈകുന്നേരം പിന്നെ ഗ്യാസ്, ഈ പെട്രോൾ മാക്സ് കൊണ്ട് കത്തിച്ച് അങ്ങനെ കച്ചവടം ചെയ്തതാണ് ആദ്യം. അതിനുശേഷമാണ് പുതിയൊരു മാർക്കറ്റ്, അത് പൊളിച്ച് പുതിയൊരു മാർക്കറ്റ് വന്നു. അപ്പൊ കത്തിപ്പോയ മാർക്കറ്റ്. അപ്പൊ AC ഒന്നും ഉണ്ടാവില്ല അതില്, എന്തായിട്ടില്ല. കത്തിപ്പോയ മാർക്കറ്റ്. ആ മാർക്കറ്റിൽ കുറെ കൊല്ലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് ആ കത്തിപ്പോയതിനു ശേഷം 2008 അത് കത്തുന്നത്. ആ കത്തിയതിനു ശേഷം നമ്മൾ പുതിയ മാർക്കറ്റ് ഇവിടേക്ക് വന്ന് രണ്ടാമത് വന്നു. ഇപ്പൊ എന്നിട്ട് എങ്ങനെയുണ്ട് ബിസിനസ്? ഇപ്പൊ തിരക്കില്ലാത്ത ബിസിനസ് ഉണ്ട്. നമുക്ക് ഒരു കൊല്ലത്തെ 3 മാസം കുറച്ച് ഡൾ ബിസിനസ് ഉണ്ടാവും. ബാക്കി 9 മാസം ഏകദേശം നല്ല ബിസിനസ് ആണ്. So, Mr. Iqbal, thank you so much. ഇതെല്ലാം പറഞ്ഞു തന്നതിന്. ഓക്കെ, ശരി. സോ ദാറ്റ് വാസ് മിസ്റ്റർ ഇക്ബാൽ. നമ്മുടെ ഈ നൈഫ് സൂക്കിൽ 30 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞൊക്കെ കേട്ടല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോവാം. Arabian Souk.
അറബ് മുസ്ലിം സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അബായാസ്. ആദ്യം അതൊരു മോഡസ്റ്റ് ക്ലോതിങ്ങിൻ്റെ ഒരു സിമ്പിൾ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് അത് വളരെ ഫാഷനബിളും ശരിക്കും ഒരു ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് കൂടുതൽ സ്ത്രീകളും യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ തൊട്ട് വളരെ ഗോഡി ആയിട്ടുള്ള അബായാസ് ലഭ്യമാണ്. ആൻഡ് അബായ ഫാഷൻ അറിയണമെങ്കിൽ നൈഫ് സൂക്കിൽ വരണം. To know the latest fashion, latest cloth available, എല്ലാം നൈഫ് സൂക്കിൽ ലഭ്യമാണ്. ഫ്രം സ്റ്റോൺ വർക്ക്, കട്ട് വർക്ക്, ബട്ടർഫ്ലൈ, അങ്ങനെ പല മോഡലിലുള്ള അബായാസ് ലഭ്യമാണ്. അതുകൊണ്ടാണ് ഈ സെഗ്മെന്റിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അബായാസ്. ഓക്കെ, ആർ യു റെഡി? Come on. നമ്മളിപ്പോൾ നിൽക്കുന്നത് നൈഫ് സൂക്കിലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള യൂസഫ് മൂസ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് എന്ന കടയിലാണ്. ഇവിടെ പലതരം അബായാസും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദിസ് വൺ, ഇത് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് മോഡലാണ്, ബട്ടർഫ്ലൈ മോഡൽ. ഇവിടെയുള്ള ഇതാണ് ഇപ്പോൾ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള മോഡൽ. ഇതിൻ്റെ പേര് അംബ്രല്ല മോഡൽ എന്നാണ്. ആൻഡ് ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട്. ആൻഡ് ഇതൊരു ക്ലോസ്ഡ് അബായാണ്. ആൻഡ് ശരിക്കും ഒരു സ്കേർട്ട് ഇട്ട പോലെ, നല്ലൊരു അംബ്രല്ല സ്കേർട്ട് ഇട്ട പോലെ ഒരു ഫ്ലോ ഉണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ലൈനുള്ള ബുർക്കകളാണ്. ആൻഡ് ഇതും ആസ് യു ക്യാൻ സീ ഇതൊരു അംബ്രല്ല കട്ടാണ്. ആൻഡ് ഈ ലൈൻസ് ഉള്ള കളേഴ്സാണ് കൂടുതൽ ഇവിടെ ലഭിക്കുന്നത്. ഇതിൻ്റെ ക്ലോത്ത് എന്ന് പറയുന്നത് കൊറിയൻ ക്ലോത്തായ നിദയാണ്. ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ്. സമ്മർ ഇസ് കമ്മിങ്. അപ്പം എനിക്ക് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ലൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആയിരിക്കും. അതുകൊണ്ട് ദിസ് ഇസ് ദ ന്യൂ സ്റ്റൈൽ നൗ. ഇത് ഗോൾഡൻ കളറിലാണ് ഈ ലൈൻസ് ഉള്ളത്. ഇതിൻ്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. മറൂൺ, ഗ്രേ ഒക്കെ അവൈലബിൾ ആണ്. ആൻഡ് ദിസ് കോസ്റ്റ് 150 dirhams. ഈ ഷോപ്പിൽ 125 മുതൽ 240 dirhams വരെയുള്ള അബായകൾ ലഭിക്കും. ഇത് ഇപ്പോൾ മൂവിങ് ആയിട്ടുള്ള മറ്റൊരു മോഡലാണ്. ആൻഡ് ആസ് യു ക്യാൻ സീ പ്രിൻറ്റഡ് ആയിട്ടുള്ള അബായാസ് ആണ്. ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് പ്രിൻറ്റഡ് അബായാസ് ഉണ്ട്. ഇതിൻ്റെ തുണിയും നിദയാണ്. ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ഫ്രം 120 to 180 റേഞ്ചിൽ അവൈലബിൾ ആണ്. ഇതും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. വെരി ബ്യൂട്ടിഫുൾ പേൾ വർക്ക് ആണിത്. ഇതിലിപ്പം വൈറ്റ് ആൻഡ് ബ്ലാക്ക് പേൾസ് ആണ് ഈ ഒരു അബായയിലുള്ളത്. ഇതുപോലെ ഇവിടെ ഗോൾഡൻ കളർ, മൾട്ടി കളറുടെ ഒക്കെ പേൾസിൻ്റെ വർക്ക് ഉണ്ട്. ഇത് ആക്ച്വലി നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ അത്രയും ഗോഡിയും അല്ല, എന്നാൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അബായയാണ്. ഇത് വളരെ സിമ്പിളും എന്നാൽ എലഗൻറ്റും ആയിട്ടുള്ള ഒരു ബുർക്കയാണ്. ആൻഡ് ആസ് യു ക്യാൻ സീ നല്ല ഗോൾഡൻ കളർ ഒരു വർക്കാണ് ഇതിലുള്ളത്. സ്റ്റോൺസും ഉണ്ട്. ആൻഡ് കുറച്ചൊരു ഈ ഒരു ഫ്ലവർ ആക്ച്വലി ഒരു 3D ഇഫക്റ്റ് പോലെ ഇങ്ങനെ സ്റ്റാൻഡ്സ് ഔട്ട്. സ്ലീവിലും ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ഇതും നിദയാണ് മെറ്റീരിയൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിദ ലൈറ്റ് വെയ്റ്റ് ആണ്. ആൻഡ് സമ്മറൊക്കെ വരുന്നതുകൊണ്ട് ഇപ്പോൾ ഈ മെറ്റീരിയലിലാണ് കൂടുതൽ അബായകൾ വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് യൂസഫ് മുസ്തഫ ഷോപ്പിലാണ്. ഇവിടെ നമുക്ക് ഈ അബായകളെ പറ്റി കൂടുതൽ പറഞ്ഞു തരാൻ മിസ്റ്റർ മുസ്തഫ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരാൾ കൊണ്ടുവന്നതാണ്, തയ്ച്ചിട്ടുള്ളത്. ഇത് ലേറ്റസ്റ്റ് മോഡലാണ്. ഓക്കെ, ഇതും പേൾ വർക്ക് ആണ് അല്ലേ? ഓ, ഈ പേൾ വർക്ക് ഇത് എവിടെ നിന്നാണ് ചെയ്യുന്നത്? ഇത് നമ്മൾ ചെയ്യിക്കുന്നതാണ്, UP-കാർ ചെയ്യുന്നതാണ്. UP-യിലെ ഇന്ത്യയിലെ സൂറത്ത് സംസ്ഥാനത്തിലുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. അവരെ കുട്ടിക്കാലത്തെ ഈ വർക്കിൽ തന്നെയാണ്, കുട്ടിക്കാലത്ത് ഈ വർക്ക് തന്നെ കുടിൽ വ്യവസായ മാതിരി ഇത് പഠിച്ചിട്ട് UP-കാരാണ്, ഇന്ത്യക്കാരാണ് കൂടുതൽ ചെയ്യുന്നത്. എല്ലാ നാട്ടുകാരും ഇത് യൂസ് ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട് എല്ലാവർക്കും ആണല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇതിന് എവിടെന്നാ? നമ്മുടെ ഇന്ത്യക്കാർക്കാണ് ഇത് കൂടുതൽ വേണ്ടത്, അത് അറബികൾക്കോ? അറബികളും മേടിക്കുന്നുണ്ട്, ഇന്ത്യക്കാരും മേടിക്കുന്നുണ്ട്, മറ്റ് GCC കൺട്രികളെല്ലാവരും. ഇപ്പൊ ഈ അബായയില് ഏറ്റവും മൂവിങ് ആയിട്ടുള്ള മോഡൽ ഏതാണ്? ഏറ്റവും മൂവിങ് ഉള്ളത് അംബ്രല്ല, ബട്ടർഫ്ലൈ, പിന്നെ പേൾ വർക്ക്.
ഈ മൂന്നും ഇപ്പം കൂടുതൽ പോയിട്ട് അംബ്രലയാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അംബ്രല ഈ ഫ്രോക്ക് സ്റ്റൈൽ. സ്റ്റോൺ വർക്ക് ഏകദേശം ഔട്ടായി. പക്ഷേ പുറത്തുള്ള കസ്റ്റമറിലും കൂടുതൽ താൻസാനിയ, മൗറീഷ്യ അതുപോലെ ആൾക്കാരെല്ലാം. പിന്നെ ഇന്ത്യക്കാരിൽ നമ്മൾ തമിഴ്നാട്ടുകാരെല്ലാം കൂടുതൽ സ്റ്റോൺ വർക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത് എവിടെന്നാണ്? ഞങ്ങൾക്ക് ഈ മാർക്കറ്റ് സംബന്ധിച്ചുള്ള ഇതൊരു ലോക്കൽ മാർക്കറ്റാണ്. പക്ഷെങ്കിൽ ഏറ്റവും വില ചീപ്പായിട്ട് കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഇത്. സാധാരണക്കാരുടെ മാർക്കറ്റാണ് ഇത്. നൈഫ് സൂക്ക് എന്ന് പറയുന്നത് സാധാരണക്കാരുടെ മാർക്കറ്റാണ്. സാധാരണ ഈ ഇവിടെ നിന്ന് കിട്ടുന്ന വിലനെക്കാട്ടിൽ എത്രയോ കൂടുതൽ കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും. ഈ അബായയില് തുണികളില് ഏറ്റവും മൂവിംഗ് ആയിട്ടുള്ള ഏതാണ്? ഏറ്റവും മൂവിംഗ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നിദ എന്നാണ്. കൊറിയന്റെ തുണിയാണ് നിദ. സാധാരണ നോർമലി. പിന്നെ ജാപ്പാനിലുണ്ട്, അത് വലിയ എക്സ്പെൻസീവ് വരും, കൂടുതൽ വരും, വില വരും. അതൊന്നും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. മിക്കതും കൊറിയന്റെ ആണ്. അതല്ലാണ്ട് വേറെ ഏത് ക്ലോത്ത് ഉള്ളത്? നിദ, പിന്നെ ലക്സസ് എന്ന് പറയും, പിന്നെ ഇന്റർനെറ്റ് തുണിയുണ്ട്, കട്ടിയുള്ള തുണി, പിന്നെ വൂൾ പീച്ച്, അങ്ങനെ 3-4 തരം തുണിയുണ്ട്. പിന്നെ പുതിയ പുതിയ പ്രിന്റുകൾ വന്ന് നിങ്ങൾ കാണിച്ചതല്ലേ, മുമ്പ് കാണിച്ച പോലത്തെ പ്രിന്റുകൾ, നിതയിൽ ലൈൻസുകൾ, പിന്നെ സെൽഫ് വർക്ക്, സെൽഫ് ഡിസൈൻ, ഇതെല്ലാം പുതിയ വർക്കുകൾ, പുതിയ ക്ലോത്താണ്. അപ്പൊ നിങ്ങൾ ഓർഡറിനനുസരിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്? ഓർഡറിനനുസരിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾ കേട്ടല്ലോ, ഇപ്പോൾ ഈ പേൾ വർക്കും ബട്ടർഫ്ലൈ, അംബ്രല ഇതൊക്കെയാണ് ഏറ്റവും മൂവിങ് ആയിട്ടുള്ള അബായാസ്. വളരെ മിതമായ റേറ്റിൽ അബായാസ് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് നൈഫ് സൂക്ക്. അതുകൊണ്ട് നിങ്ങൾ ദുബായിൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നൈഫ് സൂക്കിൽ വരിക, ഈ അബായാസ് ഒക്കെ നോക്കുക. ഓക്കെ, ഐ ഹോപ്പ് യു എൻജോയ് ദിസ് സെഗ്മെന്റ്. വിസ്മയങ്ങളുടെ നഗരമായ ദുബായിയുടെ മറ്റൊരു വിസ്മയം തന്നെയാണ് നൈഫ് സൂക്ക്. ഇവിടെ എമിറാത്തുകളുടെ തനതായ ഹിസ്റ്ററി, ആർക്കിടെക്ചർ, അവർ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ബക്കൂറുകൾ, വസ്ത്രങ്ങൾ എല്ലാം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഇവിടെ വരുന്ന ആർക്കും ഇത് കേരളത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തോന്നിപ്പോകും. അത്രമാത്രം മലയാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. മലയാളികളുടെ ജീവിതവുമായി ഈ നാട് എത്രമാത്രം ഇഴചേർന്ന് കിടക്കുന്നു എന്ന് നമുക്ക് ഒരിക്കൽ കൂടി മനസ്സിലാവുന്നു നൈഫ് സൂക്കിൽ. ദുബായിയുടെ മറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് നസ്രീൻ അബ്ദുള്ള സൈനിങ് ഔട്ട്. Ciao.